പടിഞ്ഞാർക്കാണ്. കരടിയുടെ ആണോ അത്? ഏതാ വലുതാണോ? ഹ്യൂമൻസിന്റെ കാൽപ്പാട് പോലെ. ആ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്ന പറമ്പിക്കുളത്തുള്ള ബിയർ പാത്ത് എന്നുള്ള ട്രക്കിംഗ് ആണ്. ഇതൊരു ഹാഫ് ഡേ ട്രക്കാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി സ്റ്റേ എടുത്തിട്ടുണ്ട്. നമ്മൾ പോയി സ്റ്റേയിൽ പോയി ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അവിടെയാണ് പറമ്പിക്കുളത്തിൻ്റെ എൻട്രി പോയിൻ്റ് വരുന്നത്. നമ്മൾ സർക്കരപ്പതി ടണൽ എൻട്രി ആ റൂട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ നമ്മുടെ എല്ലാവരും സെറ്റാണ്. അവിടെ നമ്മുടെ ഫസ്റ്റ് സൈറ്റിംഗ് സ്പോട്ടഡ് ഡിയർ അവിടെ ഉണ്ട്. അധികം പച്ചപ്പില്ലാത്ത കാരണം അവരിങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. അവിടെ അലഞ്ഞ് നടക്കുന്നുണ്ട് അവർ. വെയിലാണ്, അപ്പോൾ മൃഗങ്ങളൊക്കെ അത്യാവശ്യം ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. നമ്മുടെ ഈ ടെറൈൻ എന്ന് പറയുന്നത് കൂടുതലും ഇതുപോലുള്ള മുളങ്കാടുകളുടെ ഇടയിലൂടെയൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പോൾ ആനകളുടെ ചാൻസ് കൂടുതലാണ്. പിന്നെല്ലാം നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ഇപ്പോൾ ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കാട് ആസ്വദിക്കുക എന്നുള്ള രീതിക്കാണ് നമ്മളൊരു ട്രക്കിങ്ങിന് പോകുന്നത്. അപ്പോൾ ഈ പച്ചപ്പൊന്നും ഇല്ലാത്തവിടെ എന്ത് നിങ്ങൾ ആസ്വദിക്കാനാണെന്നുള്ളൊരു ചോദ്യം വരും. പക്ഷെ നമ്മൾ ശരിക്കൊരു കാട് ആസ്വദിക്കേണ്ടത് അതിൻ്റെ 3 കാലാവസ്ഥ, അതായത് മഴക്കാലത്തും വേനൽക്കാലത്തും അല്ലാതുള്ള കാലാവസ്ഥയിൽ നമ്മളൊരു കാട് ആസ്വദിക്കണം. 3നും വ്യത്യസ്തമായിട്ടുള്ള ഭംഗിയും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഓരോ ക്ലൈമറ്റിനകത്ത് കാട് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ ചൂടത്തും വെയിലത്തും ട്രക്കിംഗ് എന്ന് പോകുന്നതിൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ്. നമുക്ക് മൃഗങ്ങളെ സ്പോട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. അത് ഞാൻ പല വീഡിയോസിനകത്തും പറഞ്ഞിട്ടുണ്ട്. മൃഗങ്ങളെവിടെ, അല്ലെങ്കിൽ മൃഗങ്ങളൊന്നും കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിക്കുന്ന കുറേ പേരുണ്ട്. ഇതെല്ലാം നമ്മൾ പോകുന്ന ടെറൈനും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന കാടിൻ്റെയും നമ്മുടെയും ലക്ക് പോലെ ഇരിക്കും. ഇവിടെ ഇപ്പോൾ സൈഡുകളെല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്താ ലെപ്പേർഡിൻ്റെ ടെർട്ടറി ഫ്രഷല്ല, ഏകദേശം 2 ദിവസം ആയിട്ടുള്ളൂ. പക്ഷെ അത് ജസ്റ്റ് ഫോർ അടുത്തൊരു ടൈഗറോ ലെപ്പേർഡോ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഇൻഫർമേഷനാണ്. ഈ ടെർട്ടർ മാർക്കിങ് എന്തിനാ ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പം നമ്മൾ വീട് വെക്കുന്നല്ലോ, അപ്പം നമ്മുടെ അതിർത്തികൾ നമ്മൾ കോമ്പൗണ്ടുകൾ തീരുമാനിക്കുന്നത്. അതേപോലെയാണ് ലെപ്പേർഡ്സ് ടൈഗറൊക്കെ അവർ കോമ്പൗണ്ട് തീരുമാനിക്കുന്നത്. ഈ മരത്തിൽ സ്ക്രാച്ച് ചെയ്യുന്നത് മഡ് സ്ക്രാച്ചാണ്. അപ്പോൾ ഇതിലിവർ യൂറിൻ സ്പ്രേ ചെയ്യുകയും ചെയ്യും. അതിപ്പോൾ അടുത്തൊരു ലെപ്പേർഡ് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ യൂറിൻ്റെ സ്മെല്ലറിയാൻ പറ്റും. സ്മെല്ലറിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരാളുണ്ട്, അപ്പോൾ അതിനകത്ത് അവരുടെ അനുവാദം ഇല്ലാതെ കയറാൻ പാടില്ല. ആ കയറിക്കഴിഞ്ഞാലും ഇവർ തമ്മിൽ എപ്പോഴെങ്കിലും കണ്ടുമുട്ടും. ആ കണ്ടുമുട്ടുന്ന സമയത്താണ് ശരിക്കും ഒരു 1-1.5 മണിക്കൂറോ ഫൈറ്റിംഗ് നടക്കുന്നത്. ഫൈറ്റിൽ ഒരുത്തൻ ഡിഫീറ്റ് ആയി കഴിഞ്ഞാൽ ആ ടെറിട്ടറി അങ്ങോട്ട് പോകണം. പിന്നെയുള്ളവനാണെങ്കിൽ ആ ടെറിട്ടറിയുടെ കിങ്ങായിട്ട് മാറും. അപ്പോൾ ആ ഭാഗത്ത് ഒരാൾക്ക് മാത്രമേ ഫുഡ് റിസോഴ്സ്. പൊതുവേ ടൈഗറും ലെപ്പേർഡും ഫീമെയിലും മെയിലും തനിച്ചാണ് ജീവിക്കുന്നത്. അവർ ബ്രീഡിങ് സമയത്ത് മാത്രമേ ഒന്നിച്ചുണ്ടാവുള്ളൂ. പിന്നെ മാക്സിമം ഒരു കബ്ബ് 3 വയസ്സ് വരെ കൂടെ നിർത്തും. 3 വയസ്സ് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മദർ വന്നിട്ട് കബ്ബിനടിച്ച് പുറത്താക്കും, ഇല്ലെങ്കിൽ കബ്ബ് വന്നിട്ട് മദറിനടിച്ച് പുറത്താക്കുകയും ചെയ്യും. അതൊരു കോംപ്ലിക്കേഷനാണ് അവർക്ക് തമ്മിൽ. എന്നുവെച്ചാൽ ഒരു ഹോം റേഞ്ചിൽ ഒരു ടൈഗറോ ലെപ്പേർഡ് മാത്രമേ അവർക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. മാക്സിമം നല്ലൊരു കാട്ടിലുള്ള ടൈഗറോ ലെപ്പേർഡോ ആണെങ്കിൽ മാക്സിമം 16-18 വർഷം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉണ്ടാവില്ല. മാക്സിമം 20 നിന്ന് 40 സ്ക്വയർ കിലോമീറ്റർ വരെയാണ് ഒരു കടുവയുടെ ലെപ്പേർഡിൻ്റെ ടെറിട്ടറി. ഉണ്ടാവും. എന്തായാലും അടുത്ത മെയിലാണ്. എന്താ വെച്ചാൽ ആ ഒരു ബ്രീഡിങ് അല്ലാത്ത സമയത്ത് മാത്രമാണ് ഈ ഇഷ്യൂ വരുന്നത്. ബ്രീഡിങ് സമയത്താകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ മാസമൊക്കെ ബ്രീഡായിരുന്നു. ഇപ്പോൾ കബ്ബുള്ള സീസണാണ്. കബ്സാണ് ഇപ്പോൾ കൂടുതലും. പിന്നെ ഇപ്പോൾ കുറച്ചും കൂടി ആകുമ്പോൾ കബ്സ് തമ്മിൽ പ്രശ്നമാകും. ഇവിടെ ഏകദേശം 35 കടുവയാണ്. 2012 കണക്കനുസരിച്ച് 35 കടുവയും 129 ലെപ്പേർഡ്സുമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പം നമ്മളിപ്പോൾ ക്യാമറ ട്രാപ്പിക് ചെയ്യുന്നുണ്ട്. നമ്മൾ പോകുന്ന വഴി ക്യാമറ ട്രാപ്പ് കാണാൻ പറ്റും. ഇത് മെയിൻ ഒരു കോറിഡോറാണ്, ഒരു ടൈഗറുടെ ലെപ്പേർഡിൻ്റെ കോറിഡോറാണ് മെയിനായിട്ട് യൂസ്. പക്ഷെ ഒരു കടുവയിൽ ലെപ്പേർഡ് ഒരു ടെറിട്ടറിയിൽ ഉണ്ടാവും. ഉണ്ടാവില്ല. സൗണ്ട് ഉണ്ടാവും സർ, നല്ല ശബ്ദം ഉണ്ടാവും.
മാക്സിമം നമ്മൾ ആ സമയത്ത് അവിടെ നിൽക്കാനും പറ്റില്ല, അത്രയും ഒച്ചമ്പളായിരിക്കും. ചിലപ്പോൾ ഈ ഡിഫീറ്റായിട്ട് വരണവൻ നല്ല ദേഷ്യത്തായിരിക്കും. ഈ മുളങ്കാടുകളിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഭീകര അന്തരീക്ഷം നമുക്ക് കിട്ടും. എന്താണെന്ന് വെച്ചെങ്കിൽ ഈ കാറ്റത്ത് മുളങ്കാടുകൾ ഇങ്ങനെ ആടുന്ന സമയത്തൊരു വല്ലാത്ത ശബ്ദമുണ്ട്. ചിലപ്പം നമ്മളത് കേട്ട് പേടിച്ചു പോകാനും. ആ കുറച്ചുകൂടെ ആ ഓ ഇപ്പം കിട്ടിയ ചൂര്. ഓ നമുക്കിപ്പോൾ പെട്ടെന്നൊരു ആനച്ചൂര് കിട്ടിയപ്പോൾ നമ്മുടെ ചേട്ടൻ പറയുന്നത് ഫ്രഷായിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ ആനകൾ അടുത്തെവിടെയെങ്കിലും ഉണ്ടാവും. ആ ഒരു ദിവസം 40 കിലോമീറ്റർ വാക്ക് ചെയ്യും. ആ ആ ഒരു ഭാഗത്തായി നിൽക്കില്ല. ഓ അതായത് നടന്നുകൊണ്ടേ ഇരിക്കും. അതെ അതെ, അതൊരു ഫോറിനർ അവർ പറഞ്ഞൊരു പേരാണതിന്. എന്ന് വെച്ചാൽ എപ്പോഴും തൊലി കളഞ്ഞുകൊണ്ടേയിരിക്കും. കാട്ടിലെ നഗ്നസ് ആ നമ്മൾ ശരിക്കും വെന്തേക്ക് പറയില്ല, ആ മരം തന്നെ. ഫോറിനർ ഇട്ട പേരാണോ? ആ അവർ ബ്രിട്ടീഷുകാർ ശരിക്കും വന്നിട്ട് ഇവിടെ കാട്ടിൽ റിസർച്ച് ചെയ്തപ്പോൾ കുറേ മരങ്ങൾക്ക് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ മരത്തിൻ്റെ പേരാണ് അവർ വിളിച്ചത്. ഇതിൻ്റെ തോലിങ്ങനെ അത് അടർന്നുകൊണ്ടിരിക്കും. ആന ഇതിലൂടെ പോയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നറിയില്ല. ഇവിടുത്തെ ഈ ഉണങ്ങിക്കിടക്കുന്ന ചപ്പ് അത് ചതഞ്ഞിട്ടുണ്ട്. ആ ഈ ചപ്പ് ഇവിടെ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ടാണ് ആന പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുന്നത്. ശരിക്കും ഇൻഡയറക്റ്റ് എവിഡൻസ് ആണ് എലിഫൻസിൻ്റെ. എന്താ വെച്ചാൽ അവർ ആ ബോഡി സ്ക്രബ് ചെയ്യുന്നതാണ്. മണ്ണൊക്കെ ഇട്ടിട്ട് മഡ് ബാത്തൊക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ചൊറിച്ചിലുണ്ടെങ്കിൽ ഒന്ന് സ്ക്രബ് ചെയ്യും മറ്റേ. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഒരു അനിമൽസും കണ്ടില്ല, ഇങ്ങനെ കുറേ ഇൻഡയറക്റ്റ് എവിഡൻസ് നമ്മുടെ കാട്ടിൽ കിട്ടും. ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞെങ്കിൽ പഗ് മാർക്ക് ഉണ്ടെങ്കിൽ ലെപ്പേർഡ് ടൈഗറിൻ്റെ പഗ് മാർക്ക് കിട്ടും. എലിഫൻ്റ് ആണെങ്കിൽ പാഡ് മാർക്ക് പറയും. അത് നമ്മുടെ ഈ മ്ലാവ്, മാന്, നമ്മുടെ കാട്ടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഹൂപ്പ് മാർക്സ് എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് കരടിക്ക് പൗ മാർക്ക് എന്നാണ്. ഇങ്ങനെ നമുക്ക് 4-5 തരത്തിലുള്ള മാർക്സാണ് നമ്മൾ മെയിനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ഇൻഡയറക്റ്റ് എവിഡൻസ് ആയിട്ട് സ്ക്രബിംഗ് ആണ് എലിഫൻസിൻ്റെ. ടൈഗറിനും ലെപ്പേർഡിനും കൗണ്ട് ചെയ്യുന്ന ക്യാമറ. കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. ഒരു അപ്രോക്സിമേറ്റ്ലി കൗണ്ടിങ് കിട്ടും. എക്സാക്റ്റ് കിട്ടില്ല എന്നാൽ ഓക്കെ. നമ്മളവിടെ ക്യാമറ ട്രാപ്പ് കണ്ടു. അപ്പോൾ അത് വീഡിയോ എടുക്കാൻ പാടില്ല. കുറച്ചും കൂടി ഫ്രഷ് മാർക്കിംഗ് ആണ് കേട്ടോ. എലിഫൻറ്റിൻ്റെ അല്ലേ? ലെപ്പേർഡിൻ്റെ ആണോ? ഓ ലെപ്പേർഡ് ഇത് ഓക്കെ. നമ്മൾ ഈ നടന്നു പോകുന്ന പാത്ത് ടൈഗറിൻ്റെയും ലെപ്പേർഡിൻ്റെയും മെയിൻ പ്ലേസസ് ആണെന്ന് പറയുന്നത്. നമ്മളവിടെ നേരത്തെ കണ്ടത് ലെപ്പേർഡിൻ്റെ ടെറിട്ടറി മാർക്കിംഗ് ആണ്. അത് ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ടെറിട്ടറി മാർക്കിംഗ് പലതരത്തിലുണ്ട്. ഇതെന്ന് പറയുന്നത് യൂറിൻ മാർക്കാണ്. അത് ലെപ്പേർഡ് ആണെങ്കിൽ ലെപ്പേർഡ്, ടൈഗർ ആണെങ്കിൽ ടൈഗർ, അവർക്ക് മാത്രം കറക്റ്റായിട്ട് മനസ്സിലാവുന്ന അവരുടെ ഭാഷകളുണ്ടാവുമല്ലോ, അതിൽ പെട്ടെന്നാണ്. ഇവിടെ ഒരു കനാല് പോകുന്നുണ്ട്. ഇത് നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്നറിയില്ല. വാൽപ്പാറയൊക്കെ പോയി വരുന്ന സമയത്ത് ഇങ്ങനൊരു കനാല് കാണാൻ പറ്റും, ആളിയാർ ഡാമിലോട്ട് പോകുന്ന. അപ്പം അത് ശരിക്കും പറമ്പിക്കുളത്തിൽ നിന്നാണ് ആ കനാല് വരുന്നത്. ഇടയ്ക്ക് ഇവിടെ നിന്ന് ചരിഞ്ഞ ആനകൾ ജഡമായിട്ട് ആളിയാർ ഡാമിലോട്ട് ഒഴുകിയെത്തും. അപ്പോൾ അത്രയും ഡെപ്തുള്ളൊരു കനാലാണ്. വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം അതിൻ്റെ ഡെപ്ത് കിട്ടുന്ന അറിയില്ല. അത്യാവശ്യം വെയിലുണ്ട്. ഇതൊക്കെ പഴയ ആനപ്പിണ്ണകളാട്ടോ. ഇവിടെ ആനയുടെ മാർക്ക് അവർ മഡ് ബാത്ത് കഴിഞ്ഞിട്ട് ദേഹം ഉരച്ചിട്ടുള്ള മാർക്കുകളൊക്കെ നമുക്ക് മരങ്ങളിൽ ഇഷ്ടം പോലെ കാണാം. ഞാൻ ശരിക്കും കുറേ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ ഒരു ആനയുടെ
മഡ് ബാത്ത് കഴിഞ്ഞിട്ടുള്ളൊരു മാർക്ക് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സദേൺ ഹിൽ മൈനസ് അല്ലേ? അതെ അതെ, മൈനയുടെ വേറൊരു വകഭേദമല്ലേ? വേറെ സ്പീഷീസ്. ഇപ്പോൾ നമ്മൾ സ്കെൽട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ സ്കെൽട്ടനിൽ നമുക്ക് ഇന്നൊരു ഫുഡിൻ്റെ സർക്കുലേഷൻ ഉണ്ട്. നമ്മൾ പോർക്കി പിൻ എന്ന് പറയില്ലേ, മുള്ളംപന്നി, അവർ കൂടുതൽ കാൽസ്യം കഴിക്കുന്ന ടീമാണ്. അപ്പോൾ ഈ നമ്മൾ ഈ കുറച്ച് മുന്നേ സ്പോട്ടഡ് ഡിയർ കണ്ട് അവരുടെ ആൻഡിൽ ആഫ്റ്റർ 1 ഇയർ ഫോളിൻ ഡൗൺ ആകും. ഈ ഫോളിൻ ഡൗൺ ആൻഡിലർ നമ്മളിവിടെ കളക്ട് ചെയ്യാറില്ല. അപ്പോൾ ഈ പോർക്കി പിന്നെ നൈറ്റ് വർക്കേഴ്സാണ്. ഇവന്മാർ ഈ ആൻഡിലേഴ്സും ഈ സ്കെൽട്ടനും ഒക്കെ നൈറ്റ് കളക്ട് ചെയ്യും. നൈറ്റ് കളക്ട് ചെയ്യും. എന്താ വെച്ചാൽ കൂടുതൽ കാൽസ്യം കിട്ടും. അപ്പോൾ അത് അവർക്ക് കാൽസ്യം യൂസ് ചെയ്യാനും പറ്റും, പ്ലസ് അവരുടെ ടീത്ത് ഷാർപ്പ് ചെയ്യാനും യൂസ് ആകും. അപ്പോൾ അതുകൊണ്ട് ഈ നമ്മൾ ഇങ്ങനത്തെ കിടക്കുന്ന വേസ്റ്റുകളൊന്നും നമ്മൾ എടുക്കാറില്ല. അതങ്ങനെ ഡിസ്പോസ് ചെയ്തേക്കും. ഇത് നമ്മുടെ കാട്ടിയാണ്. കാട്ടിയുടെ ഫീമെയിലാണ് കേട്ടോ. അതിൻ്റെ കൊമ്പാകൃതി വെച്ച് മനസ്സിലാക്കാൻ പറ്റും. മെയിലാകുമ്പോൾ കുറച്ചും കൂടി ഡൗൺ വന്ന ശേഷം കുറച്ച് വിടർന്നു പോകും. താഴെ പല്ലാണ്. ഇവിടെ ഒരു അരുവി പോകുന്നുണ്ട്. എന്തെങ്കിലും മാർക്കുകൾ കാണാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആനയുടെ മാർക്കുണ്ട്, ഇല്ലല്ലേ? അവിടെ വേറെ മാർക്കുകളൊന്നുമില്ല. വെള്ളം കുടിക്കാനായിട്ട് വന്ന മാർക്കുകളൊന്നും കാണുന്നില്ല. റീസെൻ്റ്ലി ഉള്ള മാർക്കുകളില്ല. ആനകളുടെ ഉണ്ട്, ആനകളുടെ ഒരുപാട് മാർക്കുകളുണ്ട്. എലിഫൻ്റ് പോയിട്ടുണ്ടല്ലേ? ഇതെല്ലാം ആന പോയേക്കുന്ന മാർക്കുകളാണ്. ഇന്നലെ രാത്രി ഇട്ട പിന്നെ ഫ്രഷാണല്ലേ? ഫ്രഷാണ്. നമ്മളങ്ങനൊരു നീരുറവ കിടക്കുകയാണ്. ഇന്നലെ രാത്രി ഇട്ട പിണ്ടമാണ്. ഇതുണ്ടോ, ഇവിടെ കുറച്ച് മണ്ണ് പറ്റിയിരിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇങ്ങനത്തെ കുറേ മാർക്കുകൾ വെച്ചിട്ടാണ് എലിഫൻ്റ് അടുത്തൂടെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഇവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അവിടെ പുല്ലിൽ കുറച്ച് മണ്ണ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ മണ്ണിൻ്റെ നനവ് നോക്കിയിട്ടാണ് എത്രത്തോളം പഴക്കമുണ്ട് എന്നുള്ളത്. ചെറിയ ചെറിയ ട്രിക്കുകളുണ്ട് അവർക്ക് കാടിനെ, മൃഗങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഇതൊക്കെ അറിയാനുള്ളൊരു ആകാംക്ഷയിലൊക്കെയാണ് നമ്മൾ ട്രക്കിംഗ് എടുത്ത് വരുന്നതും. ഇതൊക്കെയാണ് അതിൻ്റെ ഒരു എക്സൈറ്റിംഗ് പാർട്ടെന്ന് പറയുന്നതും ട്രക്കിങ്ങിൻ്റെ. നമ്മൾ പോകുന്ന വഴിയെല്ലാം ഇതുപോലെ ഉണങ്ങിയിട്ടുള്ള ചപ്പുകളാണ്. കാടെല്ലാം വറ്റിത്തുടങ്ങി, എല്ലാം ഉണങ്ങിത്തുടങ്ങി, ഇലയെല്ലാം പൊഴിഞ്ഞു തുടങ്ങി. ആന കയറിപ്പോയതാണല്ലേ? ഇറങ്ങി വന്നതാണ്, ചെരിഞ്ഞ്. ആന ഇറങ്ങി വന്ന വഴികളാണ്. നമ്മളങ്ങനെ ഒരുപാട് ഇല്ലിക്കാടിനിടയിലൂടെയായി നമ്മൾ പോകുന്നത്. ഇല്ലിക്കാടുകൾ ഒത്തിരിയാണ്. എന്തെങ്കിലും അനിമൽസ് ഇതിനിടയിൽ നിന്ന് കഴിഞ്ഞാൽ പോലും തന്നെ നമുക്കറിയില്ല. നമ്മൾ ശരിക്കും ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് റെഡ് മംഗൂസ്, ചപ്പ്. ഇതെല്ലാം എലിഫൻറ്റിൻ്റെ കാൽപാദം. ഈ ചപ്പ് പതിഞ്ഞേക്കുന്നത്. നമ്മളിങ്ങനെ ട്രക്കിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മളിങ്ങനെ ട്രക്കിങ്ങിന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ആനിമൽ എന്ന് പറയുന്നത് ആനയോ കടുവയോ പുലിയോ ഇതൊന്നുമല്ല. ഏറ്റവും ഡേഞ്ചറസ് കരടിയാണ്. ഒരു പ്രൊവക്കേഷനും ഇല്ലാതെ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. കടുവ, പുലി അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം അവർക്ക് വിശപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടെറിട്ടറി ഫൈറ്റിൽ തോറ്റ കടുവകളോ അല്ലെങ്കിൽ വയസ്സായ കടുവകളോ ഇങ്ങനെയുള്ള കടുവകളൊക്കെയാണ്
നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലുള്ള. ബാക്കി അല്ലാത്ത ഒരു മെജോറിറ്റി അല്ലാത്തൊരു സാഹചര്യത്തിൽ കടുവകളും പുലികളൊക്കെ നമ്മൾ മനുഷ്യന്മാരുടെ സാന്നിധ്യം അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതാണ് പൊതുവെ ആനകൾ അങ്ങനെയാണ്. ആനകൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള അലേർട്ട്സ് തരും. ഞങ്ങളിവിടെ ഉണ്ട്, നിങ്ങൾ വഴി മാറിപ്പോക്കോ എന്ന് പറഞ്ഞിട്ടുള്ള അലേർട്ട് തരും. പക്ഷേ കാട്ടിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള അനിമലാണ് കരടി എന്ന് പറയുന്നത്. ഭയങ്കര ഡേഞ്ചർ എന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ അത് മിക്കവാറും അറ്റാക്ക് ചെയ്യും. അപ്പോൾ ബാക്കി ഏത് അനിമലിനെ കണ്ടു കഴിഞ്ഞാലും നമുക്കൊരു 10% നമുക്ക് സർവൈവ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ കരടിയെ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും കുറവാണ്. അപ്പോൾ കരടിയുടെ മുന്നിൽ പോയി പെടുന്നവരൊക്കെ വളരെ സൂക്ഷിക്കുക. അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു അനിമൽ വേറെ ഇല്ല. അതുപോലെ തന്നെ കാട്ടുപട്ടികളും കൂട്ടമായിട്ട് അവർ വന്ന് ആക്രമിക്കും. നമ്മളപ്പോൾ വീണ്ടും മുളങ്കാടുകളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ലൊരു കിടിലൻ സീനറി തന്നെയാണ് ഈ മുളങ്കാടിനിടയിലൂടെ നടക്കുന്ന സമയത്ത്. ചൂടുണ്ട്, പക്ഷേ വേറൊരു വല്ലാത്ത വൈബാണ്. നോക്കിക്കേ, നമ്മളൊരു സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്ന പോലത്തെ ഒരു വല്ലാത്ത ഫീലാണ് ഈ മുളങ്കാടിനിടയിലൂടെ നടക്കുന്നത്. അവിടെ എന്തോ ഒരു ഉടുമ്പല്ലേ പോയി. ഒരു ആനകൾ മഡ് ബാത്ത് ചെയ്യുന്നൊരു സ്ഥലമാണ്. കടക്കാൻ കുറച്ച് പ്രയാസമാണ്. അതിലൂടെ വരാം അല്ലേ? ആനകൾ മഡ് ബാത്ത് ചെയ്ത് കയറുന്ന സ്ഥലമാണ്. അമ്പ് വെച്ചിട്ടാണ്. ഏകദേശം എലിഫൻസ് ഒരു 53 സ്പീഷീസ് ഓഫ് ബാർക്ക്, മരത്തുകളുടെ ബാർക്ക് കഴിക്കും. അപ്പോൾ അതൊക്കെ ഈ ഡിസെൻട്രി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മെഡിസിൻ യൂസ് ചെയ്യും. കുറേ മെഡിസിൻ പർപ്പസ് ഉണ്ട്. പ്ലസ് ഈ ബാർക്കിൽ ഈ സമയത്താകുമ്പോൾ ഡ്രൈ സീസൺ ആകുമ്പോൾ ബാർക്ക് വാട്ടറിൻ്റെ റിസോഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ടീക്കിൻ്റെ ബാർക്ക്, ഈ മരത്തിൻ്റെ ഒക്കെ ബാർക്ക് കഴിക്കും അവർ. അപ്പോൾ കുറച്ചും കൂടി അവർക്ക് വാട്ടർ റിസോഴ്സ് ഏൺ ചെയ്യാൻ പറ്റും. ആണ് ഇതിൻ്റെ ഇൻഡയറക്റ്റ് എവിഡൻസാണ് എനിക്ക് കാണുന്നത്. ബാർക്ക് പൊളിക്കാൻ നോക്കിയത്, ഇതിൻ്റെ തോല് കഴിക്കാൻ നോക്കിയതാണ്. ഡൈജഷൻ ഇഷ്യൂ അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റ് കുറച്ചുകൂടെ അവർക്ക് ശരീരത്തിൽ നിലനിർത്തണമെങ്കിൽ ഇതുപോലെ മരങ്ങളുടെ തോല് അവർ കുത്തിപ്പൊളിച്ച് കഴിക്കും. പൊതുവെ കാട്ടിൽ വേനൽക്കാലത്ത് വെള്ളം കുറവായിരിക്കുമല്ലോ. അപ്പോൾ ശരീരം ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നല്ല മുളങ്കാടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഭീകരത കാറ്റ് അടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. കാറ്റടിക്കുന്ന സമയത്ത് നമ്മൾ കുറേ പ്രത്യേകതരം സൗണ്ട് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. വീഡിയോയിൽ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളത് ശരിക്കും ഇതുപോലെ മുളങ്കാടുകളിൽ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം. ഇവിടെ കാണുന്ന ഈ തേക്ക് മരങ്ങളുടെ ഇല പൊഴിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ഇവിടുത്തെ മാത്രമല്ല, പൊതുവെ ഈ തേക്ക് മരങ്ങൾ ഇല പൊഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഇവർക്ക് വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഈ വെള്ളം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഇതിൽ വളരുന്ന ഇലകൾക്കൊക്കെ വെള്ളം സപ്ലൈ ചെയ്യണം.
അപ്പോൾ അത്രയും വെള്ളം സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മരം ഉണങ്ങിപ്പോവും. അപ്പോൾ അവർക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഇലകളൊക്കെ പൊഴിയിക്കും. അതിലേക്കുള്ള വാട്ടർ സപ്ലൈ ഇല്ലാതാക്കിയിട്ട് ഇലകളിനെയൊക്കെ പൊഴിയിപ്പിക്കും. എന്നിട്ട് അവർ ഈ വേനൽക്കാലം, അതായത് 2-3 മാസം അവർ ആ ഉള്ള മണ്ണിനടിയിലുള്ള വെള്ളം വെച്ചിട്ട് അവർ സർവൈവ് ചെയ്യും. എന്നിട്ട് മഴ വരുന്ന സമയത്ത് ഇത് ഇലകൾ പൂത്തു വരും. മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവൈവൽ. എല്ലാ ജീവജാലങ്ങളും അവരുടേതായിട്ടുള്ള സർവൈവലിന് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ജീവിക്കുന്നത്. വേണ്ടോ ഇല പൊഴിയുന്നുണ്ടോ കാടുകളിൽ. പക്ഷെ ഇവിടെ ചില മരങ്ങളുണ്ടോ, ചില മരങ്ങൾ ഭയങ്കര പച്ചപ്പായിട്ട് കിടക്കുന്നുണ്ടോ, അതും ഈ വെയിലത്ത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഓക്സിജൻ മതി. വെള്ളത്തിൻ്റെ അളവ് വളരെ കുറവ് മാത്രം ആവശ്യമുള്ളൂ. ഇവർക്ക് മെയിനായിട്ട് ഓക്സിജൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള മരങ്ങളൊക്കെ വളരും. അപ്പോൾ അതാണ് ഈ കാടുകളിൽ ചില സ്ഥലങ്ങളിൽ പച്ചപ്പും ചില സ്ഥലങ്ങളിൽ ഉണക്കം കാണുന്നത്. നമ്മളങ്ങനെ പതുക്കെ താഴത്തോട്ട് ഇറങ്ങണം. ഇത് അത്യാവശ്യം ഇത് നല്ലപോലെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ചേട്ടന് 4 തവണ കടുവയെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ റൂട്ടിൽ. അപ്പോൾ 4 തവണ എന്നൊക്കെ പറയുന്നത് ശരിക്കും വലിയൊരു കാര്യമാണ്. കാട്ടിൽ പോകുന്ന സമയത്ത് കടുവയെ സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നമുക്ക് നമ്മളെപ്പോലെ മിക്സഡ് ആഹാരമാണ്. അവർക്ക് ഏത് സീസണിലും ഫുഡ് അവൈലബിൾ ആണ്. ഡ്രൈ സീസൺ ആകുമ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സ് ഉണ്ടാകും, പിന്നെ ചെതലുകൾ കാണാം. മഴ സീസണിൽ ഒരു എല്ലാ സീസണിലും അവൈലബിൾ ഫുഡ് റിസോഴ്സ് അവൈലബിൾ ആണ്. മറ്റുള്ള ജീവികളെ പോലെയല്ല. മാക്സിമം കരടി കഴിച്ചാണ് ഒരു ഈ സമയത്ത് ഇങ്ങനത്തുള്ള ഏരിയകളുണ്ടാവും. നമ്മളെപ്പോലെ വെജിറ്റേറിയനും പോകും, നോൺ വെജും പോകും. ഓ, വയറ് നിറയുന്ന അറിയില്ല. ഹണ്ട് ചെയ്ത് കഴിക്കില്ല. നമുക്ക് വേറൊരു കരടിയെക്കുറിച്ചൊരു ഇൻഫർമേഷനും കൂടെ നമ്മൾ ചേട്ടൻ പറഞ്ഞു. ഈ കരടി ആക്രമിക്കുന്നത് ചില ആനകൾ നമ്മളെ മോക്ക് ചാർജ് ചെയ്യുന്നതെല്ലാം സെൽഫ് ഡിഫെൻസിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ അവരെ ആക്രമിക്കുക, നമ്മളെ ഹണ്ട് ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല. അവരുടെ ടെറിട്ടറിയിലോട്ട് നമ്മൾ കയറുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ നമ്മളെ ഡിഫെൻഡ് ചെയ്യും. അങ്ങനെയാണ് ഈ കരടികളും ആനകളൊക്കെ നമ്മളെ ചാർജ് ചെയ്യുന്നതും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്നതും. ശരിക്കും അറ്റാക്ക് എന്ന് പറയാൻ പറ്റില്ല. അവരുടെ സൈഡിൽ നോക്കുന്ന സമയത്ത് അതൊരു സെൽഫ് ഡിഫെൻഡിങ് ആണ്. നമ്മുടെ വീട്ടിലാരെങ്കിലും അതിക്രമിച്ച് കയറിക്കഴിഞ്ഞാൽ നമ്മൾ ഡിഫെൻഡ് ചെയ്യില്ലേ, സെയിം. പക്ഷെ നമ്മൾ റെസ്പോൺസിബിളായിട്ട് കാടിനകത്ത് ട്രക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം മാത്രം. അവരെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന അവരുടെ ഏരിയയെ അലങ്കോലമാക്കാനോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യുന്നില്ല. താഴത്തോടൊരു വാട്ടർ ബോഡി പോകുന്നുണ്ട്. അപ്പോൾ വാട്ടർ ബോഡീന് പാരലായിട്ടാണ് നമ്മളും പോകുന്നത്. അത് നമ്മൾ പോകുന്നൊരു പാത്ത് അത്യാവശ്യം പേടിക്കേണ്ട ഒരു പാത്താണ്. വെള്ളമില്ലാത്തതുകൊണ്ട് ഇവിടെ ഒരു വാട്ടർ ബോഡി പോകുന്നുണ്ട്. അപ്പോൾ മൃഗങ്ങൾ ഇതിന് പരിസരത്ത് ഉണ്ടാകാനും ചാൻസ് കൂടുതലാണ്. ആനച്ചൂരൊക്കെ കിട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ആനകൾ മാക്സിമം ഈ വാട്ടർ ബോഡി ചുറ്റിപ്പറ്റിയിട്ടാണ് ആനകൾ നിൽക്കുന്നത്. അവർക്ക് ഒരുപാട് ലിറ്റർ കണക്കിന് വെള്ളം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം വെള്ളം കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ആനകൾ ഉണ്ടാവുള്ളൂ. കാട്ടുകോഴികൾ കുറേ എണ്ണം ചാടിപ്പോകുന്നുണ്ട്. വേനൽക്കാലത്തും കാടിനുള്ളൊരു ഭംഗി വേറൊരു ഭംഗിയാണ്. ചൂടാണ്, പക്ഷേ അതിൻ്റെ ഒരു ഭംഗി വേറൊരു ഭംഗി തന്നെയാണ്. ആനകൾ ഇറങ്ങിയിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഉണ്ടല്ലേ, ആനകൾ ഇറങ്ങിപ്പോയിട്ടുള്ള സ്ഥലങ്ങളാണ്.
നമ്മൾ വീണ്ടും കുറച്ചുകൂടെ ഡീപ്പായിട്ടാണ് പോകുന്നത്. ടൈഗറിൻ്റെ കഷ്ടമാണത്. ഇത് എത്ര നാളിപ്പോൾ പഴക്കമുണ്ടോ? ഏകദേശം ഒരു 2 ആഴ്ച ഉണ്ടാവും. 2 ആഴ്ച പഴക്കമുണ്ടോ? ചെറുതിൻ്റെ ആണോ? വളരെ ചെറുതാണല്ലേ. ആ, ഈ കാണുന്നത് പടിഞ്ഞാർക്കാണ്. ആനകൾ ഇഷ്ടം പോലെ വന്നിട്ടുള്ള പാത്തുകളാണിത്. നമ്മുടെ ചേട്ടനവിടെ എന്തെങ്കിലും മാർക്കുകൾ കാണുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. ഫുഡ് മാർക്ക് എന്തിൻ്റെലും. കരടിയുടെ ആണോ അത്? ഏതാ, വലുതാണോ? ഹ്യൂമൻസിൻ്റെ കാൽപ്പാട് പോലെ. ആ, കരടിയുടെ മാർക്കാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ടെമ്പററി പാലമാണ്. നീ പതുക്കെ പോടി, അതെ അവിടെ താങ്ങി നിൽക്കാതെ. ഇവിടെ എല്ലാം ഒരുപാട് മനുഷ്യന്മാർ പോയ പോലത്തെ പാത്തുകൾ കാണാം കേട്ടോ. പക്ഷെ അതെല്ലാം മൃഗങ്ങൾ പോയേക്കുന്ന പാത്താണ്. നമുക്കവിടെ ഈ ചെറിയ അരുവി ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ മുളയിട്ട് സെറ്റാക്കുന്നുണ്ട്. ഷൂ അഴിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ, വേറെ ഒന്നുമല്ല. ഇതെല്ലാം കരടി ഇട്ടേക്കുന്നതാണ്. ആന ചവിട്ടിയേക്കുന്ന പാടുകൾ. നമുക്കിനി ഈ ഒരു പോർഷൻ കൂടെ ആന പോയേക്കുന്ന ഫ്രഷ് പാദങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇതിനടിയിൽ ഈ മുളങ്കാടിനടിയിൽ കരടി എവിടെയെങ്കിലും ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. കരടി നേരത്തെ ക്രോസ് ചെയ്ത് പോയ മാർക്ക് കണ്ടിരുന്നു. അപ്പോൾ ഇതിനുള്ളിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമ്മളറിയില്ല. പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. കാട് കുറച്ചധികം വീണ്ടും ഡേഞ്ചറസ് ആയിട്ട് വരികയാണ് കേട്ടോ. നമുക്ക് ഇത് കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഒരുപാട് മുളങ്കാടുകളും അതുപോലെ പ്ലെയിനായിട്ടുള്ള പ്രദേശമാണ്. കയറ്റം ഇറക്കം പോലുള്ളതാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് എവിടെയെങ്കിലും ഹൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അനിമൽസ് അറ്റാക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ ഇത്രയും പ്ലെയിനായിട്ടുള്ളൊരു സ്ഥലത്ത് ഭയങ്കര റിസ്ക്കാണ്. നമ്മളെങ്ങനെ ഓടി ഒളിച്ചു കഴിഞ്ഞാലും അനിമൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ അവർ പിടിക്കുക തന്നെ ചെയ്യും. നമ്മൾ തന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് ഈ ഒരു വാട്ടർ ബോഡിയുടെ സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ആക്ച്വലി ഫോറസ്റ്റിൻ്റെ വണ്ടി പോകുന്നൊരു പാത്താണ്. ഇവിടെ കോൺക്രീറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് ട്രാക്കായിട്ട്.
നമ്മളങ്ങനെ നല്ല മുളങ്കാടുകൾക്കിടയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സൈഡ് കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തൂണക്കടവ് ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഭാഗമാണ്. ഇവിടുത്തെ താമസിക്കുന്ന ആൾക്കാരും ഇവിടുത്തെ ജലം കുടിക്കാനുള്ള വെള്ളം എടുക്കുന്ന ഈ തൂണക്കടവ് ഡാമിൽ നിന്നാണ്. നമ്മളതിൻ്റെ സൈഡ് കൂടെയാണ് ഇപ്പോൾ നടന്നു പോകുന്നത്. ഈ മുളകളെല്ലാം പൂത്ത് നിൽക്കണം. 40 വർഷത്തിലൊരിക്കൽ ഈ മുള പൂക്കുള്ളൂ. അപ്പോൾ മുളയരികൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് കഴിക്കാൻ നിറയെ പക്ഷികളും ഈ സൈഡിലോട്ട് വരും. അപ്പോൾ ഒരുപാട് പക്ഷികൾ ഇവിടെ നമുക്ക് ട്രക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. പക്ഷികളോട് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ പക്ഷികളെ പറ്റി പഠിക്കണം എന്നുള്ളവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഇവിടെ ഈ ചതുപ്പിലെല്ലാം ആനകൾ വന്ന് കിടന്നിട്ടുള്ളതാണ്. നമുക്ക് മൃഗങ്ങളെയൊന്നും സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരുടെ പ്രസൻസ് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒരു വലിയൊരു കാര്യമാണ്. കണ്ടോ, ആനകളിവിടെ ചളിയിൽ കിടന്നേക്കാണ്. ഇവിടെ ഒരുപാട് മയിലുകളുണ്ട് കേട്ടോ, ഇഷ്ടം പോലെ മയിലുകളുണ്ട്. ദേ ഈ മുളങ്കാടിനിടയിലൂടെയൊക്കെ മയിലുകളുണ്ട്. അപ്പോൾ നമ്മുടെ ട്രക്കിംഗ് ഓൾമോസ്റ്റ് അവസാനിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ട്രക്കിങ്ങിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ഈ ട്രക്കിങ്ങിൻ്റെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം 8 കിലോമീറ്ററാണ്. ഒരാൾക്ക് 300 രൂപയാണ് ചാർജ് വരുന്നത്. അത് വീക്ക് ഡേയ്സിൽ. വീക്കെൻഡിലാകുമ്പോൾ 380 രൂപ വരും. മിനിമം 5 പേര് വേണം. അഥവാ നിങ്ങൾ 5 പേരിൽ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പേരുടെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് ഈ ട്രക്കിങ് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അനിമൽ സൈറ്റിങ്സ് ഒന്നും നമുക്ക് അധികം കിട്ടിയില്ല. സൈറ്റിങ്സൊക്കെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ ട്രക്കിങ് പോവുക, കാട് ആസ്വദിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.